ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം കേട്ടോ. അപ്പം നമുക്കിന്ന് വിജയദശമി ആയിട്ട് നമ്മുടെ രുദ്രൻകുട്ടനെ ആദ്യമായിട്ട് ആദ്യാക്ഷരം കുറിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പരച്ചിക്കാടാണ് പോകാനിരുന്നത്. അപ്പം ശിവേട്ടന് ലീവില്ലായിരുന്നതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള വ്യാസപുരം ശിവക്ഷേത്രത്തിൽ ആണ് ഇന്ന് നമ്മൾ കൊണ്ട് എഴുതിച്ചത്. എന്നിട്ട് ഒരു അവധി ദിവസം നോക്കി അവിടെ കൊണ്ട് എഴുതിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ അമ്പലത്തിൽ വന്ന് അവന് ആദ്യാക്ഷരം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആള് പ്രശ്നമൊന്നുമില്ലാതെ അടങ്ങിയിരുന്നൊക്കെ കൊടുത്തു കേട്ടോ. അമ്പലത്തിലൊക്കെ പോകാൻ ആക്കിയതിനെ ഭയങ്കര ഇഷ്ടമാണ്. പഠിക്കാൻ പോകണമെന്നൊക്കെ ഇപ്പം ഭയങ്കര താല്പര്യമാണ്. നമ്മൾ കൊണ്ടുപോയി ഇരുത്തി കഴിയുമ്പോൾ അറിയാം എങ്ങനെയാണ് അവന് എനിക്ക് താല്പര്യമുണ്ടോ. ഇപ്പം ഭയങ്കര ഇഷ്ടമൊക്കെ പോലെയാണ് പറയുന്നത്. പഠിക്കാൻ പോകണം, സ്കൂളിൽ പോകണം അങ്ങനെയൊക്കെ പറയും. നമുക്ക് വഴിയാണ്. ശാന്തി അവൻ്റെ കൈ പിടിച്ച് എഴുതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യാക്ഷരങ്ങൾ. അപ്പം നമ്മുടെ രുദ്രൻകുട്ടന് ആദ്യമായിട്ട് അക്ഷരം എഴുതുവാൻ എവിടെ സ്ഥലമുണ്ട്? നമ്മളെവിടെ പോയതാ? അംഗനവാടി പോയാ? അംഗനവാടിയിലാണ്, അമ്പലത്തിൽ പോയതല്ലേ? അമ്പലത്തിൽ പോയതാണ്. അമ്പാട്ടി എന്തിനു പോയതാ? എഴുതാൻ പോയതല്ലേ? ഹരീസ് വരക്കാൻ പോയല്ലേ? ഹരീസ് വരച്ചാന്നിട്ട് ആരാ വരപ്പിച്ചെന്ന്? ചേട്ടനോ? ശാന്തിയല്ലേ ഇത്? ശാന്തിയല്ലേ? എന്നിട്ട് ചേട്ടനെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വീട്ടിൽ വന്ന് ശക്തിക്കട്ടനെ കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി അവനെ നമുക്ക് വീട്ടിലിരുത്തി ആദ്യാക്ഷരം കുറിക്കാമെന്ന് വിചാരിച്ചു. അവന് ഇതുവരെ എഴുതിയിട്ടൊന്നുമില്ല. അവൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നമുക്ക് അമ്പലത്തിൽ കൊണ്ടുപോയി അവർക്ക് അതിനുള്ള വശമൊന്നും കിട്ടത്തില്ല. അപ്പം നമ്മളവർക്ക് വീട്ടിൽ തന്നെ പൂജാമുറിയുടെ ഫ്രണ്ടിൽ വെച്ച് അവനെ എഴുതിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുളിപ്പിച്ച് റെഡിയാക്കി അവനെ ആദ്യാക്ഷരം കുറിപ്പിക്കാൻ പോകാട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നമ്മുടെ ശക്തിക്കുട്ടനും രുദ്രൻകുട്ടനും വേണം കേട്ടോ. അപ്പം നമുക്കതേ ഞാൻ ശക്തിയുടെ കൈ പിടിച്ച് ആദ്യാക്ഷരം കുറിപ്പിക്കുവാണ്. ആളിങ്ങനെ കൈ നല്ലപോലെ വിലം പിടിച്ച് വെക്കുന്നതുകൊണ്ട് കുറേ നേരം പിടിച്ചിട്ടാണ് ആ വിരലൊന്ന് നിവർത്തിയെടുത്തത്. ആൾക്ക് പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. അന്ന് പുള്ളി നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ. അവന് ഭയങ്കര സന്തോഷമായി. ആദ്യം അമ്പലത്തിൽ ഇവന് മാത്രമായിട്ട് പോയില്ലേ, അപ്പോൾ ഒരു സങ്കടമൊക്കെ ആയിരുന്നു. കേട്ടോണ്ടൊക്കെ ഇരിക്കും. അവനറിയാം സംഭവങ്ങളൊക്കെ എന്താ നടക്കുന്നുണ്ടെന്നൊക്കെ. അപ്പം അവനെ എഴുതിച്ചപ്പോഴത്തേക്കും ആൾക്ക് സന്തോഷമായി. കണ്ണീലി നനയല്ലേ എന്നാളും അത് നമ്മൾ അവനെ എഴുതിച്ചപ്പോൾ രുദ്രൻകുട്ടന് ഒരു മോഹം. അപ്പം അവനെ വീട്ടിൽ വെച്ച് ഒന്നുകൂടെ വന്ന് നമ്മുടെ വീട്ടിൽ വെച്ചും കൂടെ ഒന്ന് കൈ പിടിച്ചൊന്ന് എഴുതിപ്പിച്ച് കൊടുത്തു. അപ്പം അവനതിനനുസരിച്ച് പറയുന്നൊക്കെ ഉണ്ട് തിരിച്ച്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ. അപ്പം നമ്മുടെ ചാനൽ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പം ടാറ്റ.